ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടപ്പത്തിരി. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അരമുറി തേങ്ങ, 2 മുട്ട, 2 കപ്പ് മൈദ, ആവശ്യത്തിന് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് കയ്യിൽ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ അടുത്തതായിട്ട് 2 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മുട്ട മിക്സ് ചെയ്തത് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലും മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തതും കൂടി ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടപ്പത്തിരി മിക്സിയിൽ അല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഞാൻ മിക്സി ഉപയോഗിച്ചെന്നുള്ളൂ. ഇതൊരു ദോശമാവിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഓയിലില്ലാതെ ചുട്ടെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതൊരു മൂടി വെച്ച് മൂടി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.